നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനും ബെന്നീസ് റോയൽ ടൂഴ്സിൻ്റെ മുതലാളിയായ ബെന്നിയും ഒരുമിച്ച് വീണ്ടും മറ്റൊരു യാത്രയെ പറ്റി പറയാൻ വേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ലേ മെറിഡിയൻ ഹോട്ടലിൻ്റെ മുന്നിലാണ്. ഇത്തവണത്തെ യാത്ര അതിഗംഭീരമായ യാത്രയാണ്. അതായത് യാത്രികരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും അല്ലെങ്കിൽ കലാകാരന്മാരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു തകർപ്പൻ യൂറോപ്യൻ യാത്രയാണ്. ഈ അവിസ്മരണീയമായ രണ്ട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഈ ഒരു യാത്ര. ഒന്ന് ബുൾ ഫൈറ്റ്, അതായത് കാളപ്പോര്, സ്പെയിനിലെ തകർപ്പൻ സ്ഥാനം. മറ്റൊന്ന് നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ട ഒരു സംഭവമാണ് ടൊമാറ്റോ ഫെസ്റ്റിവൽ. അതായത് ക്രഷ് ചെയ്ത ടൊമാറ്റോയ്ക്കകത്തുള്ളൊരു കുളി, അല്ലേ? അതൊക്കെ വലിയൊരു തൃശ്ശൂർ പൂരം പോലെ അവിടുത്തെ ഒരു ഗംഭീരമായ സംഭവമാണ്. ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല രണ്ടും കാണാമെന്നുള്ളതാണ്. കാരണം വളരെ കുറച്ച് പേർക്ക് ലിമിറ്റഡ് സീറ്റുകളൊക്കെ അതിനൊക്കെ അവരെ അനുവദിക്കാറുള്ളൂ. അത് നേരത്തെ ബുക്ക് ചെയ്ത് ബെന്നീസ് റോയൽ ടൂഴ്സ് കൈയടക്കി വെച്ചിട്ടുണ്ട്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും പോകുന്നത്. ഒന്ന് പോർച്ചുഗൽ, മറ്റൊന്ന് സ്പെയിൻ, ഇനി ഒന്ന് ജിബ്രാൾട്ടർ. ഇങ്ങനെ 3 രാജ്യങ്ങളാണ്. അതിൽ ജിബ്രാൾട്ടർ എന്നൊരു രാജ്യമുണ്ടോ എന്ന് പോലും സംശയം തോന്നിയേക്കാം. കാരണം പൊതുവേ ജിബ്രാൾട്ടർ സ്ട്രൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കടലിടുക്കിനെ പറ്റി നമ്മൾ കേട്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു രാജ്യം കൂടിയുണ്ട്. അവിടെ നോക്കിയാൽ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കാണുന്നത് മൊറോക്കോയാണ്. അത്രയും അടുത്ത്, അതായത് ആഫ്രിക്കയും യൂറോപ്പും തമ്മിൽ വേർതിരിക്കുന്ന ചെറിയൊരു കടലിടുക്കിൻ്റെ മുന്നിലുള്ള ഒരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. അത് ഇംഗ്ലണ്ടിൻ്റെ കീഴിലാണ്, അല്ലേ? ഇപ്പോഴും UK ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ, അല്ല ഈ 3 രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് വെച്ചാൽ ലോകം ചുറ്റിയ പഴയ സഞ്ചാരികളൊക്കെ യാത്ര ആരംഭിച്ച സ്ഥലങ്ങളാണെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഞ്ചാരി, അതായത് കൊച്ചിയിൽ കുറച്ചു കാലം എന്താ പറയണ്ടത് വിശ്രമജീവിതം, മരിച്ചതിന് ശേഷം വിശ്രമജീവിതം നയിച്ച വാസ്കോ ഡി ഗാമയാണെങ്കിലും അതുപോലെ മഗലൻ, അല്ലേ? മഗലൻ, അതിലൊക്കെ ഇവർ മറ്റൊരു ഗംഭീരനായ ഒരു ചിത്രകാരൻ പാബ്ലോ പിക്കാസോ, ഇവരുടെയൊക്കെ ജന്മനാടും അവരൊക്കെ ഇതിൽ പലരും യാത്ര പുറപ്പെട്ട സ്ഥലങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തകർപ്പൻ യാത്രയാണ് ഇത്. എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ നേർക്കാഴ്ച എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഗംഭീര യാത്രയാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി നമുക്ക് അതുമാത്രമല്ല തെരഞ്ഞെടുത്ത സമയം കൂടിയാണ്. അതെ, തെരഞ്ഞെടുത്ത സമയം എന്ന് പറയുന്നത് ഒരു തകർപ്പൻ. അത് പറഞ്ഞില്ലല്ലോ. അതായത് ബാക്കി ഇനി ബെന്നിയിലേക്ക് എന്താണ് ബെന്നി ഇങ്ങനെ ഒരു ഐറ്ററി. അതായത് പൊതുവെ ഞാൻ ഈ പറഞ്ഞ പോലെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഐറ്ററി ആയിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. എന്താണ് ഇതിൻ്റെ ഒരു സാധാരണ ഒരുവിധം സാധാരണ യൂറോപ്യൻ യാത്രകൾ കണ്ടു കഴിഞ്ഞവർക്കുള്ള ഒരു സെക്കൻഡ് എഡിഷൻ ആണെന്ന് പറയാം. കാരണം ഇപ്പോൾ യൂറോപ്യൻ യാത്രകളൊക്കെ ഓരോ ഓട്ട പ്രദർശനം. പക്ഷേ യൂറോപ്പിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അതിൽ നമ്മൾ ഐബീരിയൻ പെനിൻസുല, നമ്മൾ ഈ പറഞ്ഞ ഈ സ്ഥലം ലോകത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച ഒരു പെനിൻസുല, ഐബീരിയൻ പെനിൻസുല. അവിടെ നിൽക്കുന്ന 2 പ്രബല രാജ്യങ്ങളാണ് ഇവരുടെ ലോകത്തിന്റെ ഗതി നിർണ്ണയിച്ചത്. ആ 2 രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ സ്പെയിനും പോർച്ചുഗലും. അത് നാവികരും മാത്രമല്ല, അവിടുത്തെ രാജാക്കന്മാർ 13-ാം നൂറ്റാണ്ട് 13, 14, 15 നൂറ്റാണ്ടുകളിലെ അവിടുത്തെ രാജാക്കന്മാർ തൻ്റെ സമ്പത്ത് മുഴുവനും ഇതുപോലെ ലോകത്തുള്ള എക്സ്പെഡീഷൻ മറ്റേ വലിയ വലിയ ആളുകൾ ഇവരെ എക്സ്പെഡീഷന് വേണ്ടിയിട്ട് അവിടെയുള്ള നാവികരെ ക്ഷണിച്ച് അവരിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനെ അവരെ ആകർഷിച്ചത് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ബ്ലാക്ക് ഗോൾഡ് ആയിരുന്നു. നമ്മൾ കുരുമുളക്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന ആ കുരുമുളകാണ് അവരെ ആദ്യമായിട്ട് ആകർഷിച്ചത്. കാരണം നാവികർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കുരുമുളക്. ഈ കുരുമുളക് പ്രിസർവേറ്റീവ് ആണ്. ആ രാജാക്കന്മാരുടെ അന്ന് ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങൾ, ആ പ്രഗത്ഭരായ അവർ വളർത്തിയെടുത്ത നാവികരും അവരുടെ ആ ഒരു ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ കാണുന്നത്. അവരുടെ കൊട്ടാരങ്ങൾ, അവരെടുത്ത തീരുമാനങ്ങൾ, അവർ ഇന്ത്യയിൽ നിൽക്കി പുറപ്പെട്ട സ്ഥലങ്ങൾ, ആ സ്ഥലത്ത് അവരുണ്ടാക്കിയ മോണുമെന്റ്സ്, അവരുടെ എന്താ പറയുക ടോംബുകൾ, അതുപോലെ തന്നെ രാജ കൊട്ടാരങ്ങൾ ഇന്ന് ഉൾപ്പെടുന്ന അതിഗംഭീരമായ ഒരു പ്രോഗ്രാമാണ്. സാധാരണ ഏത് യാത്രകളെ പോലെ തന്നെ ഈ സ്പെയിനിൻ്റെ എടുത്ത ഇതിലേക്കുള്ള യാത്ര മാത്രമല്ല, അതിൽ ഈ അന്നത്തെ എല്ലാ കൊട്ടാരങ്ങളും കാണുന്നതിനൊപ്പം തന്നെ അവരുടെ കലാരൂപങ്ങളും ഉൾപ്പെടെ സ്പെയിനേതായിട്ടുള്ള ഫ്ലെമിംഗോ ഡാൻസ്, പോർച്ചുഗലിൻ്റെ ഡാൻസ് പെർഫോമൻസ്, ഫാഡോ ഡാൻസ്, അവരുടെ ഫുഡ് എല്ലാം ഉൾപ്പെടെ ഉള്ള ഒരു അതിഗംഭീരമായിട്ടാണ് ഈ യാത്ര നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിക്കും സ്വല്പം വൈകി. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് എടുത്തോളാം. എന്താ സംവിധാനം? സ്പെയിൻ കാണണമെങ്കിൽ എല്ലാവരും മനസ്സിലേക്ക് ഓടി വരുന്നതാണ് ടൊമാറ്റോ ഫെസ്റ്റിവൽ, അതുമാതിരി ബുൾ ഫൈറ്റ്. ഈ ടൊമാറ്റോ ഫെസ്റ്റിവലും ബുൾ ഫൈറ്റും കാണുക, അതിലേക്ക് സീറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഹിമാലയം ടാസ്ക്കാണ് നമ്മൾക്ക് ചെയ്യേണ്ടിയിരുന്നത്. അതിപ്പോഴാണ് ആ ടാസ്ക് പൂർത്തിയായത്. കാരണം ഈ ഒരു വെറും 20,000-ഓളം ആളുകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അതിൽ പ്രവേശനമുള്ളൂ. ആ സാധനത്തിൽ അവരെ തന്നെ 10-20 കോടി ആളുകൾ തന്നെ ഈ സ്പെയിനിൽ മാത്രമുണ്ട്. ലോകത്തുള്ള ആളുകൾ വരുമ്പോഴോ ആ സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളൊരു പങ്കെടുക്കുന്ന വ്യക്തികൾ നമ്മളും അതിൽ പങ്കാളിയാവണം. അല്ല, അതിപ്പോ നമ്മൾ സാധാരണ ഇപ്പൊ തൃശ്ശൂർ പൂരമാണെങ്കിൽ നമുക്ക് ആർക്കും അടുത്തൊന്നും കാണാമല്ലോ. ഇതങ്ങനല്ല, ഒന്നും കാണാൻ പറ്റില്ല. ഇതില് വെറും 20,000 ആളുകൾ. അടച്ച സ്ഥലത്താണോ?
അത് ഒരു സ്ട്രീറ്റിലാണ്. അത് അതിൻ്റെ ഒരു കുറേ ചടങ്ങുകളുണ്ട്. ആ സ്ട്രീറ്റിലെ ആളുകൾക്ക് വസ്ത്രം കൊടുത്ത് നമുക്കൊരു വെള്ള പ്രത്യേക വസ്ത്രം തരും, തുപ്പി തരും. നമുക്ക് നമുക്ക് ആ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാന്നാണ്. അതിനുള്ള അവസരം മാത്രമേ ഉള്ളൂ. നമ്മൾ പൂരം കാണുന്ന ഒരു കാഴ്ചക്കാർക്കുള്ള അവസരമില്ല. അത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ അമ്പയം. ഈ ചരിത്രമായിട്ടുള്ള ഇതൊപ്പം തന്നെ തെരഞ്ഞെടുത്ത സമയമാണ്. അതുപോലെ തന്നെ ബുൾ ഫൈറ്റിന് ഒരു 3 കൊല്ലം കൂടി ഉള്ളൂ. അതോട് കഴിഞ്ഞാൽ സ്പെയിനിൽ പൂർണ്ണമായിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രാകൃതമായ ഒരു സംഭവമാണ് അല്ലേ, ആധുനിക ലോകത്തിന് പറ്റുന്ന നല്ലത്. അതായത് കാളകൾ വളരെ ശൂരന്മാരായ കാളകളെ ഒരു അടച്ച സ്ഥലത്തേക്ക് തുറന്നു വിട്ട് ഒരു ബുൾ ഫൈറ്റർ എന്ന് പറയുന്ന ആൾ അതുമായിട്ട് പഴയ ജയനൊക്കെ ഇങ്ങനെ കൊമ്പി പിടിച്ച് കളിച്ചിട്ട് ആ സാധാരണ നമ്മൾ മൃഗങ്ങളെ വളർത്തുന്ന ഡൊമസ്റ്റിക് ഇതായിട്ട് വളർത്താം. ഇവരെ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടല്ല വളർത്താം. ഇതിനു വേണ്ടി തന്നെ ഇതിനെ തന്നെ മനുഷ്യരെ പോലും കാണാത്ത രീതിയിലാണ് ഇതിന്റെ ബ്രീഡിങ് മുതൽ അങ്ങനെയാണ് ഇതിനെ വളർത്തണത്. പ്രത്യേകിച്ച് ആ ഒരു വൈൽഡ് അനിമലിന്റെ ശൗര്യത്തോടു കൂടിയാണ് വളർത്തണം. അത് പ്രത്യേക ഒരു ബ്രീഡുണ്ട്. ആ ബ്രീഡിനെയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ആ ബ്രീഡിനെ മനുഷ്യൻ കാണുമ്പോൾ തന്നെ അവൻ ചീറ്റി അവൻ തന്നെ എടുക്കുക. അങ്ങനെയുള്ള ഇതിനോട് മത്സരപ്പെടുത്തും. കാരണം ഇത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ സ്പെയിനിന്റെ തനതായ കൾച്ചറും അതിന്റെ സംസ്കാരവും അവരുടെ ട്രഡീഷനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീര യാത്ര. പുറപ്പെടുന്ന ദിവസം ഏതാ? നമ്മൾ ഡേറ്റ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് 19 ശരിക്കും വളരെ പീക്ക് സീസണാണ്. ഒരു വിധത്തിലും എയർലൈനും കിട്ടാനും ബുദ്ധിമുട്ടുള്ള സമയവും അതുപോലെ തന്നെ അവിടത്തെയും വളരെ പീക്ക് സീസണാണ്. നമ്മൾ ഖത്തർ എയർവേസിലാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നാണ് നമ്മുടെ എയർലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മുടെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ അത് മാക്സിമം അത് തീർക്കണം. അത് തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ പക്ഷേ ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഈ യാത്ര ഇത്രയ്ക്ക് വൈകിയെന്ന് പറയാം. പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്രാപഥം? നമ്മുടെ യാത്രാപഥം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ കൊച്ചി, ദോഹ, അവിടെ നിന്ന് നമ്മൾ വേറെ മാഡ്രിഡ് ഇറങ്ങണം. മാഡ്രിഡ് ഇറങ്ങിയിട്ട് മാഡ്രിഡിൽ നിന്ന് നമ്മൾ അവരുടെ സാലമംഗ എന്നുണ്ട്, ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ ഒരുപാട് ചരിത്രകാരന്മാർ പഠിച്ച ഒരു യൂണിവേഴ്സിറ്റി സാലമാങ്ക. ആ സാലമാങ്കയിൽ നമ്മൾ താമസിക്കണം ആദ്യത്തെ നൈറ്റ്. പിറ്റേ ദിവസം ഈ സാലമാങ്കയിൽ നിന്നും നമ്മൾ തിരിച്ച് നമ്മൾ ഇവിടേക്ക് പോകണം, ലിസ്ബണിലേക്ക് പോകണം. എന്ന് വെച്ചാൽ സ്പെയിനിലാണ് ഇറങ്ങുന്നത്. സ്പെയിൻ്റെ തലസ്ഥാനം നേരിയ മാഡ്രിഡ് ഇറങ്ങുന്നത്. പക്ഷെ ഇതൊക്കെ ബുൾ ഫൈറ്റും ടൊമാറ്റോ ഫെസ്റ്റിവലും കാണേണ്ട ഡേറ്റും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര അവിടെ നിന്ന് സഞ്ചാരപഥം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഫാത്തിമ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഫാത്തിമ എന്ന് പറഞ്ഞൊരു വലിയൊരു ക്രിസ്ത്യൻ പിൽഗ്രിമേജ്. ഹോളിമേരിയുടെ പ്രത്യക്ഷപ്പെട്ട 3 ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഒരു മരത്തിന്റെ മുകളിലാണ് ആൾ. അതിന്റെ ഒരു വലിയൊരു പിൽഗ്രിം സ്റ്റേഷൻ ഉണ്ട് അവിടെ. ഇത് കണ്ടതിന് ശേഷം ഫാത്തിമ കണ്ടതിന് ശേഷം ഫാത്തിമയിൽ നിന്നും നമ്മൾ പോർച്ചുഗലിൽ എത്തിച്ചേരണം. പോർച്ചുഗലിലാണ് ബൈ റോഡ് ഒക്കെ എല്ലാം ബൈ റോഡാണ്. അവിടെ ലിസ്ബണിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ ലിസ്ബണിൽ ചെല്ലുന്ന ദിവസം നമ്മളവിടെ താമസിക്കും. 2 രാത്രിയാണ് നമ്മൾ ലിസ്ബണിലെ യാത്ര താമസിക്കുന്നത്. ആ ലിസ്ബണിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര പുറപ്പെട്ട ആ വാസ്കോഡഗാമ പുറപ്പെട്ട ഒരു സ്ക്വയർ ഉണ്ട്. അതിനെ ജെറോമിസ് മൊണാസ്ട്രി എന്ന് പറയും. ആ സ്ഥലത്തേക്കാണ് ഇന്ത്യയിലേക്ക് പോകാനുള്ള ഈ പദ്ധതി അവർ തയ്യാറാക്കിയത്. പ്രിൻസ് മാനുവൽ എന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ നമ്മുടെ ചരിത്രപരമായ ഇന്ത്യയിലേക്കുള്ള ദൗത്യത്തിന് വാസ്കോഡഗാമനെ പറഞ്ഞേക്കുന്നത്. പോയി വന്നു. അപ്പോൾ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അവർ ലോകത്തിൽ ഈ കറുത്ത പൊന്നും അവൻ കണ്ടെത്തണം. അതിനു മുമ്പ് പല ആളുകളും പല രാജ്യങ്ങളിൽ നിന്ന് പോയെങ്കിൽ ആർക്കും ഇത് പൂർത്തീകരിക്കാൻ പറ്റില്ല. ആ ദൗത്യത്തിൻ്റെ ഫണ്ടിങ് ചെയ്തത്, ഫൈനാൻസ് ചെയ്തത്, കംപ്ലീറ്റ് ചെലവ് മുടക്കിയത് ഈ രാജാവാണ്. ഈ പോയി കണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വാസ്കോഡഗാമ അവിടെ നിന്ന് യാത്ര തിരിക്കണം. അങ്ങനെ 1498 നമ്മുടെ കാപ്പാട് തുറമുഖത്ത് നമ്മുടെ കാപ്പാട് വന്നിറങ്ങിയത്. ആ വന്നിറങ്ങിയിട്ട് അദ്ദേഹത്തിന് പിന്നീട് പോർച്ചുഗലിലേക്ക് രാജോചിത സ്വീകരണമായിരുന്നു. ആ സ്ഥലത്ത് തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ ചരിത്ര സ്മാരകമായിട്ടുള്ള പണിതാണ് ജെറോമിൻ മൊണാസ്ട്രി. അപ്പൊ വീണ്ടും തിരിച്ചു വന്നിട്ടാണ് ഇവിടെ വെച്ച് മരിച്ചത്? അല്ല, വീണ്ടും കൊച്ചിയിലേക്ക് വന്നു. അങ്ങനെയാണ് പിന്നീടുള്ള 2ാമത്തെ യാത്രയിലാണ് അദ്ദേഹം എടുത്തത്. 1520 അദ്ദേഹം കൊച്ചിയിൽ വെച്ച് മരണപ്പെട്ടത്. അത് ക്രിസ്മസിന്റെ തലരാത്രിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ബോഡി ഒന്നും കൊണ്ടുപോയിട്ട് ഇന്ന് ഇവിടെയാണ് അടക്കം ചെയ്തത്. അതായത് ഇവിടെ ഫോർട്ട് കൊച്ചിയിലെ പള്ളിയിൽ കുറെ കാലം അടക്കം ചെയ്തു. അതിനുശേഷമാണ് ഇപ്പൊ ജെറോമിസ് അവിടെയാണ് അദ്ദേഹത്തിന്റെ ചെയ്തത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു ബെല ടവർ ഉണ്ട്. ഈ ബെല ടവർ എന്ന് പറഞ്ഞാൽ എല്ലാ യാത്രകളും ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതൊക്കെ ഇന്നും ഹിസ്റ്റോറിക്കൽ 13ാം നൂറ്റാണ്ടിലെ 14ാം നൂറ്റാണ്ടിലേക്ക് ഇന്ന് അതുപോലെ
അവർ ചരിത്രമായിട്ട് അവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സ്പെയിൻ്റെ ഈ ലിസ്ബണിൻ്റെ മറ്റു കാഴ്ചകൾ, ലിസ്ബൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രാറ്റജിക് ഐലൻഡാണ്. പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ മറ്റേ അറ്റ്ലാന്റിക് ഓഷനും മെഡിറ്ററേനിയനും കൂടി ജോയിനിങ് പ്ലേസ് ആണ്. പിന്നെ ആഫ്രിക്കയും യൂറോപ്പും കൂടെ അതൊക്കെ സ്ഥലം, അതൊരു വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ അവിടുത്തെ ലിസ്ബണിലെ മറ്റു കാഴ്ചകൾ, കമ്പി കാഴ്ച എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ യൂറോപ്പിന്റെ എൻഡ് ഓഫ് ദി വേൾഡ്. അവർ എൻഡ് ഓഫ് ദി വേൾഡ് എന്ന് വിളിച്ചിരുന്നത് കാരണം അവർ വിചാരിച്ചിരുന്നത് ഇതിനപ്പുറത്തേക്ക് വേറെ ലോകമില്ല എന്നാണ് അവിടുത്തെ നാവികന്മാർ അവരാദ്യം വിചാരിച്ചിരുന്നത്. അപ്പോൾ അവർ പറയുന്നത് എൻഡ് ഓഫ് ദി വേൾഡ് എന്നെങ്കിലും അത് എൻഡ് ഓഫ് ദി യൂറോപ്പാണ്. അതിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ ഇവരുടെ റോയൽ പാലസ് കാണുന്നുണ്ട്. ആരുടെ നമ്മളറിയണ്ടേ, രാജാക്കന്മാർ വരുമ്പോൾ രാജാക്കന്മാരുടെ പാലസ് കാണില്ല. ആ പാലസ് ഒരു അതിഗംഭീരമായ ഒരു മലയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പെന പാലസ് എന്ന് പറയും. ഈ പെന പാലസ് പല പല കളറുകളിലുള്ള ഒരു അതിഗംഭീരമായ ഒരു സാധനമാണ് ഈ പെന പാലസ്. അങ്ങനെ അവരുടെ റോയൽ പാലസ് നമ്മളവിടെ വെച്ച് കാണും. അവിടെ ഒരു മിസ്റ്റീരിയസ് കാര്യമാണ്, അത് കുന്ത ഡെ റെഗേലിയ എന്ന് പറഞ്ഞ ഇത് നമ്മുടെ ഡ്രാക്കുള കാസിൽ കണ്ടല്ലോ, അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാധനം. പ്രേതം ഉണ്ടോ എന്ന് ചെന്നിട്ട് പറയാം. കാരണം അത് ഭൂമിയുടെ അടിയിലേക്കുള്ള ഒരു വെല്ലൊക്കെ ഉണ്ട്. ആ അതിലേക്ക് ഇറങ്ങി ഭൂമിയുടെ അന്തറിലേക്ക് ഇറങ്ങുന്നതും ആയിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് കേവ് ഉൾപ്പെടെ നമ്മൾ ശരിക്കും ആരും കാണാതല്ല, ഒരു ഡ്രാക്കുള കേവ് കണ്ടുള്ളൂ. പക്ഷെ ഇത് അതിനേക്കാളും മികച്ച് വെക്കുന്ന ഒരു കാസിലാണ്. ആ കാസിലുണ്ട്. പിന്നെ അവിടുത്തെ ഒരു കാസ്കൈസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇന്ന് സ്ഥലങ്ങൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരത്ത് അവരുടെ തിരിച്ച് നമ്മുടെ ഹോട്ടൽ തിരിച്ചെത്തിയിട്ട് അന്ന് വൈകുന്നേരം നമുക്ക് അവിടുത്തെ ഫാഡ ഷോ എന്ന് പറഞ്ഞാൽ ദ ട്രഡീഷണൽ അവിടെ പോർച്ചുഗൽ ഗീസ് ഡാൻസും അവരുടെ ഫുഡും കൂടിയുള്ള ഒരു അമേസിങ് നൈറ്റാണ് നമ്മളവിടെ ക്രമീകരിച്ചു. കാരണം ചെല്ലുന്നൊക്കെ സംസ്കാരം അറിയണം, അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണം, അവിടെ കൾച്ചർ ടേസ്റ്റ് ചെയ്യണം. ഇതൊക്കെ വിധത്തിലാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം. അത് നമ്മുടെ ഇവിടെ യാത്ര ചെയ്ത് എല്ലാവർക്കും അറിയാം. നമ്മുടെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് പക്ക പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒന്ന് വൈകുന്നേരം വൈകുന്നേരം നമ്മൾ സാധാരണങ്ങളിൽ അവരുടെ സുന്ദരിമാരോടൊത്ത് ഡാൻസ് ചെയ്ത് ഭക്ഷണം കഴിച്ച് അവരെ കഴിച്ച് നമ്മളവിടെ കൂടെ അന്ന് ചെലവഴിക്കണം. അവിടെ നിന്ന് ഈ ലിസ്ബണിൽ നിന്നാണ് നമ്മുടെ അടുത്ത യാത്ര ഈ സവില്ലയിലേക്ക് എത്തിയത്. ഈ സവില്ല എന്നത് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസിന്റെ സ്ഥലമാണ്, അമേരിക്ക കണ്ടുപിടിച്ച. അതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് പോയപ്പോൾ ഇവൻ തിരിച്ചു എങ്ങോട്ടേക്ക് നേരെ കണ്ടു. യഥാർത്ഥത്തിൽ പറയപ്പെടുന്നത് ഇവൻ അമേരിക്ക കണ്ടതിലല്ല പോയി ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അവസാനം കപ്പൽ വഴി തെറ്റി ഈ ക്രിസ്റ്റഫർ കൊളംബസ് ഇറങ്ങിയത്. അതുകൊണ്ടുള്ള റെഡിൻസ് എന്ന് പേരൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് ഈ സവില്ല എത്തിച്ചേരുന്നത്. അവിടെ നമ്മളൊരു സവില്ല കത്തീഡ്രൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീരമായ അദ്ദേഹത്തിൻ്റെ മറ്റേ ഇത് ബെറിയൽ നമുക്ക് കാണാം. ഈ സവില്ല കത്തീഡ്രലിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെയാണ് സ്പെയിനിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഫ്ലമിംഗോ ഡാൻസിൻ്റെ ഉത്ഭവം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ സവില്ല കത്തീഡ്രലിനോട് ചേർന്നുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, ആർക്കൈവ്സ് ഉണ്ട്. ഈ ആർക്കൈവ്സിലാണ് ഭൂമിയുടെ ഫസ്റ്റ് ഡ്രോയിങ്സ് പോലെ ചെയ്തത്. ആ ഡ്രോയിങ് അവിടെ വെച്ചാണ് ഡ്രോയിങ്ങുള്ളിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള പദ്ധതിയും എല്ലാ പദ്ധതിയും തയ്യാറാക്കിയത് ഇതിനോട് ചേർന്നുള്ള ഒരു ആർക്കൈവാണ്. അത് ഇന്നും ആർക്കൈവോടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെ മാപ്പ്, അവരെങ്ങനെ റൂട്ട് ഉണ്ടാക്കി, അവരെങ്ങനെ ഫണ്ട് ചെയ്തു, അവരെങ്ങനെ ഇവരെ ഒരുക്കി ട്രെയിൻ ചെയ്തു എന്നുള്ളൊരു അതിൻ്റെ ഒരു ഗംഭീര ആർക്കൈവ് ഈ അപ്പോൾ ഈ സ്ഥലം അടുത്ത നമ്മൾ ഈ ജെറോമി മൊണസ്ട്രി അതുപോലെ തന്നെ ഒരു സവല്ലയുടെ ഒരു സ്ഥലമാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സ്ഥലം. അത് ശേഷം അവിടുത്തെ ഈ കാഴ്ചകൾക്ക് ശേഷം അന്നത്തെ വൈകുന്നേരം അവർ സവല്ലെ ഇവിടുത്തെ ഒരു വെനീസ് ഉണ്ട് അവരുടെ ചില നമ്മുടെ വെനീസ് ഐലൻഡ് പോലെ തോന്നുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാസയുണ്ട്. അത് വെനീസ് പ്ലാസ എന്ന് വെച്ചാൽ വെനീസ് ഓഫ് സവല്ലെ എന്നാണ് അവർ പറയുന്നത്. അത് ശരിക്കും നമ്മുടെ വെനീസിൻ്റെ ഇറ്റലിയിലെ വെനീസിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ബാക്ക് വാട്ടേഴ്സും അങ്ങനെയുള്ളൊരു അവിടെയാണ് ഈ ചെലുമ സ്ട്രീറ്റുകൾ മൊത്തം ഈ ഫ്ലമിംഗോ ഡാൻസും ഷോസ് ആയിരിക്കും. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെ അവരുടെ കൾച്ചറും അവരുടെ എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സെവില്ലയിൽ താമസിക്കണം. സെവില്ലയിൽ താമസിക്കുന്നതിന് ശേഷമാണ് നമ്മൾ ഈ ജിബ്രാൾട്ടറിലേക്ക് പോകുന്നത്. കൊച്ചിയുടെ വലുപ്പം പോലും ഇല്ലാത്ത സ്ഥലമാണ്. 6.7 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഈ സ്ഥലം. അത് ഇന്ന് ബ്രിട്ടൻ്റെ അധീനതയിലുള്ള ഈ സ്ഥലമാണ്. ഈ സ്ഥലം മാറ്റി പറഞ്ഞ മാതിരി അതിഗംഭീരമായ സ്ഥലമാണ്. അവിടെയാണ് ഈ അറ്റ്ലാന്റിക് ഓഷനും അതുമാതിരി അറ്റ്ലാന്റിക് ഓഷനും മെഡിറ്ററേനിയനും തമ്മിലുള്ള മെർജിങ് പോയിന്റ്, ആഫ്രിക്കയും അതുമാതിരി യൂറോപ്പും തമ്മിലുള്ള കടലെടുക്ക്. ഈ പറഞ്ഞ മൊറോക്ക നമുക്ക് തൊട്ടുപോലെ വേറൊരു രസകരമായ കാര്യം വെച്ചാൽ ഈ ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 യാത്രക്കാരുടെ പേര് പറഞ്ഞു.
മറ്റൊരു ഭീകരയാത്രക്കാരൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു 16 കിലോമീറ്റർ അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്, ഇബ്നു ബത്തൂത്ത. അതന്നെ, അത് നമ്മൾ മൊറോക്കോയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ്. ഈ ജിബ്രാൾട്ടറിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് റോക്ക് ഓഫ് ജിബ്രാൾട്ടർ. അത് ഏകദേശം ഒരു 460 മീറ്റർ ഉയരത്തിലുള്ള ഈ റോക്കിന്റെ മുകളിലേക്ക് കേബിൾ കാറിൽ പോയിട്ട് അവിടെ ഒന്നുകൊണ്ട് ഈ പറഞ്ഞ മൊറോക്കയും ഈ പറഞ്ഞ കടലെടുക്കും ഒക്കെ സുന്ദരമായ, അതായത് ഒരു 360 ഡിഗ്രിയിൽ ആഫ്രിക്കയും കാണും, യൂറോപ്പും കാണും. അതന്നെ, അതിന്റെ മുകളിലേക്കാണ്. അവിടെ തന്നെ യൂറോപ്പ പോയിന്റ്, യൂറോപ്പ പോയിന്റും അവിടെ തന്നെ. ആ യൂറോപ്പ പോയിന്റിൽ വന്ന തൊട്ട് മുന്നിൽ നമുക്ക് മൊറോക്ക കാണാം. അത്ര അടുത്ത് ആണ്, ഏറ്റവും ക്ലോസസ്റ്റ് പോയിന്റ് ആണ്. അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ് ജിബ്രാൾട്ടർ. അങ്ങനെ ഈ ജിബ്രാൾട്ടറിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മർബല എന്ന സ്ഥലത്തേക്ക് ഈ അവിടെ നിന്നുള്ളൊരു കോസ്റ്റൽ റൂട്ടാണ് തുടങ്ങുന്നത്. 150 കിലോമീറ്റർ നേരമുള്ള ഈ കോസ്റ്റൽ റൂട്ടാണ് നമ്മുടെ നമ്മുടെ ഇതിൻ്റെ ഓർമ്മകൾ, ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഈ ഡുബ്രോണിക്കും ഇഷ്ടമാരി ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ടല്ലോ, മോണ്ടിനീഗ്രൊക്കെ പോകുന്ന ക്രൊയേഷ്യ പോകുന്ന പോലെയുള്ള ഒരു അതിസുന്ദരമായ ആ റൂട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കോസ്റ്റൽ ഇത് കിട്ടാൻ. ഏത് രാജ്യത്തത്? സ്പെയിൻ്റെ അവിടെ നിന്ന് ഈ ജിബ്രാൾട്ടറിലേക്ക് പോകുന്ന വഴിയാണ് ആ കോസ്റ്റൽ ബെൽറ്റാണ്. അത് അതിൻ്റെ സെനിക് റൂട്ടാണ്. അത് നമ്മളവിടെ പോയിട്ട് ഈ മർബലയിലാണ് നമ്മൾ താമസിക്കുന്നത്. മർബല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ബീച്ച് സ്ഥലമാണ്. നമ്മൾ ഈ പറഞ്ഞ ഇവിടെ താമസിക്കുന്ന പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവും. അങ്ങനെ ഡുബ്രോണിക്ക് അങ്ങനെ താമസിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ താമസിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ തിരിച്ച് ഈ പറഞ്ഞ മലാഗിലേക്ക് വരുന്നത്. മലാഗ എന്ന് പറയുന്നത് നമ്മുടെ പാദ്രോ, നമ്മുടെ പിക്കാസോയുടെ ജന്മഭൂമി, അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ മ്യൂസിയം, അദ്ദേഹം വരച്ച പെയിന്റിങ്സ് എന്നുൾപ്പെടെ എല്ലാം നമുക്ക് അവിടെ കാണാം. അവിടെ അതിനൊപ്പം തന്നെ അവരുടെ സിറ്റി കൾച്ചറും ഈ ഗ്രാമങ്ങളുടെ പോലുള്ള ഒരു കൾച്ചറാണ് അവിടെയുള്ളത്. ശരിക്കും ഏത് രാജ്യങ്ങളുടെയും സൗന്ദര്യം വരണമെങ്കിൽ അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകണം. അപ്പോൾ അവരുടെ കൾച്ചറും അവരുടെ ഫുഡും കൂടിയുള്ള നമ്മൾ അവിടെ നമ്മൾ ചിലവഴിക്കും. അതിനുശേഷമാണ് അവിടെ നമ്മൾ നേരെ കൊർദോവയിലേക്ക് വരുന്നത്. കൊർദോവ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി സിവിലൈസ്ഡ് ഒരു മിഡീവൽ സിറ്റിയാണ്. പഴയകാലത്ത് റോമൻസും അമ്മരും കൂടെയുള്ള സിറ്റിയാണ്. അവിടെ എല്ലാ സംസ്കാരങ്ങളും ചേർന്ന് ഇസ്ലാം സംസ്കാരം ഉണ്ടായിരുന്നു. കാരണം സ്പെയിൻ കുറേ കാലഘട്ടം ഇസ്ലാം ഇവരുടെ ഓട്ടോമൻസിൻ്റെ കീഴിലായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടുത്തെ മോസ്കുകളും അവിടുത്തെ പള്ളികളും ഒക്കെ ഈ കാലഘട്ടത്തിനെയും കൂടി സമന്വയിപ്പിക്കുന്നതാണ്. സ്പെയിനിലുള്ള ഒരുവിധം കത്തീഡ്രലുകളും അതിനോട് ചേർന്ന് മോസ്കുകളായിരുന്നു. കുറച്ചാളായും അത് കത്തീഡ്രലാക്കി, പിന്നെ മോസ്കാക്കി. നമ്മുടെ ഈ ടർക്കിയിൽ കാര്യം പറഞ്ഞ മാതിരി എൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നടക്കുന്നത് ഇവിടെയാണ്. കാരണം ഇപ്പോൾ ഇവിടെ സെവില്ലയിലും അതുമാതിരി കൊർദോവയിലും പ്രത്യേകിച്ച് അതിന് ഒരു ഇതിനെ പറയുന്നത് മോസ്ക് കത്തീഡ്രൽ എന്നാണ്. കാരണം ഉള്ളു കാണുമ്പോൾ കംപ്ലീറ്റ് മോസ്കാണ്, പക്ഷേ അതിൻ്റെ പുറകിൽ കത്തീഡ്രൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള വളരെ രസകരം. പിന്നെ റോമൻസിൻ്റെ ആയിരുന്നു, അതുമാതിരി ജ്യൂസ്, കുറച്ചാൾ ജ്യൂസിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചൊരു ജ്യൂസിൻ്റെ സിനഗോഗ് ലെവലിലേക്ക് മാറ്റി. അങ്ങനെ കുറേ വിധത്തിലുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ കൊർദോവയിലും അതുമാതിരി സെവില്ലയിലും. പിന്നെ സെവില്ലയിലെ പള്ളിയുടെ മുഖം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മിനാറാണ്. അത് ഇന്നും അവർ അതങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ കൊർദോവയിൽ നമ്മൾ താമസിച്ചു. കൊർദോവയിൽ നിന്നാണ് നമ്മൾ നേരെ നമ്മുടെ മാഡ്രിഡിലേക്ക് എത്തിയത്. നമ്മുടെ സംഭവങ്ങളിലേക്ക് വരാൻ പോകും. ഈ സംഭവങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ പോകുന്നത് ടൊളേഡ എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ്. നമ്മുടെ പല ഹോളിവുഡ് സിനിമകൾ പോലും പിടിച്ചിരിക്കുന്ന ഒരു സിറ്റിയാണ് ടൊളേഡ. അവർ ഗംഭീരമായ അവിടുത്തെ ചർച്ചസും അവിടുത്തേതായിട്ടുള്ള സിറ്റിയും അവരുടെ റോഡുകളൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ടൊളേഡ എന്ന് പറഞ്ഞൊരു നഗരമാണ്. എല്ലാവർക്കും അറിയാം. സ്പെയിൻകാർക്കും മാഡ്രിഡ് കഴിഞ്ഞാൽ അടുത്ത ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ടൊളേഡയാണ്. അങ്ങനെ ഈ ടൊളേഡ നമ്മൾ കണ്ടിട്ടാണ് എവിടേക്കായിരുന്നു മാഡ്രിഡ് എത്തിച്ചേരുമ്പോൾ പിന്നീട് ഓൾറെഡി നമ്മൾ പോർച്ചുഗലിൻ്റെ സംസ്കാരവും കാര്യങ്ങളും പാലസും കാര്യം കഴിഞ്ഞ് ഈ മാഡ്രിഡിലാണ് നമ്മൾ 2 രാത്രി ചിലവഴിക്കുന്നത്. രണ്ടാമത്തെ ദിവസം മുഴുവനായിട്ട് മാഡ്രിഡിൽ പോകണം. അവിടെ നമ്മുടെ മാഡ്രിഡ് റോയൽ പാലസ്, പണ്ട് നമ്മൾ പെന പാലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടതുപോലെ ഇവിടെ മാഡ്രിഡ് റോയൽ പാലസിൻ്റെ ഉൾപ്പെടെ എല്ലാം കാണാനും ഉള്ളൊരവസരമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ നമ്മുടെ റിയൽ മാഡ്രിഡിൻ്റെ സ്റ്റേഡിയം, പിന്നെയാണ് നമ്മുടെ നമ്മുടെ ഐക്കൺ അട്രാക്ഷനായ നമ്മുടെ ബുൾ ഫൈറ്റിലേക്കും ടൊമാറ്റോയിലേക്കും നമ്മൾ പോകുന്നത്. നമ്മൾ പറഞ്ഞ ബുൾ ഫൈറ്റ് കാണാനുള്ള അവസാനത്തെ അവസരമാണ്. ആരും ഇനി ഇതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ നമുക്കും പോയി കാണണം. നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഗംഭീരമായ ആ ഒരു കൊളോസിയം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇന്നും നമ്മളീ പറഞ്ഞ ഈ ഇവരുണ്ടല്ലോ ഗ്ലാഡിയേറ്റേഴ്സിൽ വരുന്ന ബുൾ ഫൈറ്റ് വരുന്ന ബുള്ള് ഇവിടെ നിന്നാണ് അവർ
പണ്ട് റോമൻസ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇവരുടെ സംസ്കാരത്തിനോട് അത്ര അഭേദ്യമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്ലാഡിയേറ്റർ സിനിമകളിൽ കണ്ടല്ലേ, അതൊക്കെ ഈ സംസ്കാരമാണ്. അതിൻ്റെ ബുള്ളെന്ന് വെച്ചാൽ അതിൻ്റെ വരവും ഗംഭീരമായിട്ടുള്ള, അതിന് 3-4 ബുൾ റിങ്ങും അവരുടെ ആയിട്ടുള്ള ആളുകളും ആ ഫൈറ്റും കാര്യം കുറച്ചൊരു കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുമെങ്കിലും അവരുടെ പ്രസൻറ്റേഷനും, കാരണം ഒരു വലിയൊരു പ്രൊസഷൻ ആദ്യം വരും. പ്രൊസഷനിലൂടെ നമ്മൾ ആ സിനിമ കാണേണ്ടത് കൃത്യമായിട്ടല്ല, ഗ്ലാഡിയേറ്റർ പോലും അതൊക്കെ കൃത്യമായിട്ട് അരിയനെ ഉൾപ്പെടെയുള്ള ആ ഗാലറിയിൽ ഇരുന്നുകൊണ്ട് നമ്മളത് മുഴുവനായിട്ട് അത് കാണാനുള്ള അവസരമാണ് നമുക്കുള്ളത്. ഈ ബുള്ളെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഏകദേശം ഒരു 700 കിലോ തൂക്കം വരെ ഉള്ള കൂറ്റൻ ബുള്ളുകളാണ്. അത് നമ്മളത് ഇതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് വളർക്കുന്നത്. അത് ബുള്ള് റെഡി ആകുമ്പോഴാണ് അതിൻ്റെ വിധത്തിൽ വരണം. അതിലെ വരുന്നതാണ് മെറ്റഡോർ. നമ്മുടെ ഇവിടുത്തെ മെറ്റഡോർ വണ്ടിയുണ്ടല്ലോ, ഈ മെറ്റഡോർ എന്നാണ് ഇവനെ കില്ലറിന് പേരുന്ന പേരാണ്. ആ പേരൊക്കെയാണ് നമ്മുടെ മെറ്റഡോർ വണ്ടി. ആ പേര് തന്നെ ആയിരിക്കും അല്ലേ? ആണ് മെറ്റഡോർ. ആ മെറ്റഡോർ എന്ന് പറഞ്ഞ കില്ലറാണ്. അദ്ദേഹം ഇങ്ങനെ തുണി, അത് അവൻ ഭയങ്കര ധീരനാണ്. ആ ചുവന്നാക്കിയിട്ട് അവൻ ചെയ്ത് അതിൻ്റെ പുറകിൽ അവന് വാളുണ്ടാവും. പിന്നെ ഒരു ടീം ഉണ്ടാവും അങ്ങനെ ഇതിനെ ചെയ്തുകൊണ്ട് ചെയ്ത് നടത്തുന്ന ഒരു സംഭവമാണ്. സ്പെഷ്യൽ അതിന് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനിപ്പോൾ തന്നെ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. നമുക്കിത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ആ ബുൾ ഫൈറ്റിൻ്റെ സമൂലമായ കാഴ്ചകളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരെ വലൻസിയയിലെത്താണ്. വലൻസിയയിലെത്തുന്നതാണ് നമ്മുടെ യാത്രയുടെ രോമാഞ്ചം കൊള്ളിക്കുന്ന നമ്മുടെ ടൊമാറ്റീനോ. തക്കാളി നമ്മൾ കൊണ്ടുപോകണോ അതോ? തക്കാളി കൊണ്ടുപോകണം, അതൊക്കെ അവിടെ അത്യാവശ്യം കിട്ടും. ഈ ടൊമാറ്റീനോ ഫെസ്റ്റിവൽ പല വിധത്തിലും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ. പക്ഷെ അവിടെ ഇവർ ബുദ്ധിപരമായിട്ട് കാര്യം ചെയ്തു. ഈ ഒരു പ്ലാസ സ്ക്വയർ ഉണ്ട്, ഈ സ്ക്വയറിലേക്കുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അത് ബ്രൂണോൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് വലൻസിയയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ദൂരമുള്ള സ്ഥലമാണ് ഈ ബ്രൂണോൾ എന്ന് പറഞ്ഞാൽ. ഈ ബ്രൂണോയിലേക്ക് അത് പോകുക എന്നുള്ളതാണ്. ഈ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വന്ന് നമ്മളൊരു ടാഗ് ചെയ്ത് പോകും. നമ്മുടെ ഡ്രസ്സ് മാറ്റി വയ്ക്കുക, വെള്ള ഡ്രസ്സ് നമ്മൾ ഇടണം. പിന്നെ നമ്മൾ അത്യാവശ്യം ഈ സ്വിമ്മിങ് കണ്ണാട ഇടണം. ആ ചടങ്ങിൽ നമ്മൾ പങ്കുകൊള്ളണം, കാഴ്ചയല്ല. അതിൽ തുടക്കം കൊണ്ട് വെച്ചാൽ അത് ഇങ്ങനെ ഒരു വലിയൊരു പില്ലർ പോലെ സ്ഥലമുണ്ട്. പില്ലറിൻ്റെ മുകളിൽ ഒരു മീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പിഗിൻ്റെ ഒരു മീറ്റ് വയ്ക്കും. ഈ മീറ്റിന് വേണ്ടി ഇവർ തല്ലി പിടിച്ച് ഇങ്ങനെ പിടിച്ച് കയറി ആ മീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പോൾ നമ്മളത് ചുറ്റും ഇങ്ങനെ സ്ക്വയറിൽ നിൽക്കും. ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ പ്രത്യേക വെള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ തരും, എല്ലാ ഡ്രസ്സും ഞങ്ങൾ തരും. കാരണം അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അത് മുകളിലേക്ക് അവർ, അപ്പോൾ നമ്മൾ നമ്മുടെ കുറേ സിനിമകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആവേശം കൊണ്ട് ഇവൻ ചെയ്ത്, കാരണം ഇവൻ ഈ സാധനം പറിച്ചാലേ ഇത് തുടങ്ങുള്ളൂ. അത് ഫസ്റ്റ് തുടങ്ങണമെങ്കിൽ ഈ ചടങ്ങ് ഈ പില്ലറിൽ ഇവർ കയറി ഈ മീറ്റ് എടുക്കണം. അപ്പൊ എല്ലാവരും ആവേശത്തോടെ എടുക്കും. കാരണം ഏകദേശം ഒരു 10 മണിക്ക് 9 നമ്മളവിടെ എത്തും. ഈ 10 മണിക്കൂടി ഇവർ ശ്രമിച്ചു തുടങ്ങും. 11 മണിക്കുള്ളിൽ ഇവർ എന്ത് ചെയ്യണം, ഈ മുകളിൽ അത് കയറി അവൻ ഈ സാധനം എടുക്കും. സാധനം എടുത്ത് അപ്പം തന്നെ ആരവം വരും, അപ്പം തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ വരും, തുടങ്ങിയോളാൻ പറയും. പിന്നെ ഇവിടെ നടക്കുന്ന സംഭവം, ടൺ കണക്കിന് തക്കാളികൾ ട്രക്കിൽ വന്ന് അവിടെ ചൊരിയണം. മോളിൽ നിന്നും കീഴ്പോട്ടും ഈ സ്ട്രീറ്റും മൊത്തം അങ്ങോട്ട് ചൊരിയണം. നമ്മൾ അതിനുള്ള ചളി പിളി, അതിനുള്ള ഡാൻസ്, എറിയലെതിയൽ. പക്ഷെ എറിയുമ്പോൾ വേറെ എന്തുണ്ട്, ടൊമാറ്റോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എറിയാം. കാരണം നമ്മുടെ നമ്മൾ ശരിക്കും നനഞ്ഞ കുളിക്കാത്ത തക്കാളി ജ്യൂസും കാര്യങ്ങളൊക്കെ, അവിടുത്തെ ഫുഡും അവിടുത്തെ ഒക്കെയും കോംപ്ലിമെൻ്ററി ആണ്. അങ്ങനെ അവർ സെറ്റ് ചെയ്തിരിക്കണേ. അപ്പം അത് നമ്മൾ എൻ്റർ ചെയ്ത പിന്നെ നമ്മളവരുടെ രാജാക്കന്മാരാണ്, നമുക്ക് അവിടെ എല്ലാം കിട്ടും. അങ്ങനെ അവരോട് ഡാൻസ് ചെയ്തും നമ്മൾ ആ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക. നമ്മൾ പണ്ട് വിക്ടോറിയ ഫോൾസിൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തിരിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സാധനമാണ്. ടൺ കണക്കിന് അത് മോളിൽ നിന്ന് വരും, കീഴ്പോട്ടും വരും. ഏകദേശം 200ഓളം ടണ്ണ് തക്കാളിയാണ്. അപ്പം അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സാധനമാണ്. ഇത് വന്ന അങ്ങടെ നേരെ അങ്ങോട്ട് ചൊരിയാണ്. പിന്നെ അവിടെ ഡാൻസ് ആയി അവരുടെ ഫെസ്റ്റിവലായി. അങ്ങനെ അത് 1 മണിക്കൂറുള്ളൂ കേട്ടോ. കഴിയുമ്പോൾ നമ്മളവിടെ ഒരു ഷവറുണ്ട്, നമ്മൾ ഗംഭീരമായിട്ട് കുളിയൊക്കെ പാസ്സാക്കി അവർ തന്നെ വന്ന് അത് മൊത്തം ക്ലീൻ ചെയ്ത് നമ്മളെ കൊണ്ടുപോയി നല്ലൊരു സാപ്പാട് തന്ന പിന്നെ അവരുടെ ട്രഡീഷണൽ മ്യൂസിക്കും കൺസേർട്ടും ഫെസ്റ്റിവൽസാണ്. വെള്ള ഡ്രസ്സ് പിന്നെ അത് കഴിയുമ്പോൾ തന്നെ എവിടെ കൊണ്ടുപോയി അതൊക്കെ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഓർമ്മയ്ക്ക് കിട്ടുന്ന സോനിയാണ്. പിന്നെ നമുക്ക് ഈ മുതൽ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അതുപോലെ ഈ അടുക്ക് ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സാധനം കഴിഞ്ഞ് പിന്നെ അവരുടെ ഫെസ്റ്റിവൽസ്, അവരുടെ ഫുഡ്, അങ്ങനെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രൂണോ അതിനെ സമ്മതിക്കണം. ആ സിറ്റിയുടെ അതിനു വേണ്ടി ചുരുക്കം ആളുകളെ ഇതിൽ ഈ ഇത്രയധികം ജലം തള്ളിക്കിടുന്ന ലെവലിൽ
ടിക്കറ്റ് കിട്ടാൻ കഴിച്ച കഷ്ടപ്പാട്. കാരണം നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ ഇതില്ലാണ്ട് ഇപ്പൊ എല്ലാവരും വിചാരം എന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം പോലെ കാണാൻ പറ്റുന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിലേക്ക് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിന്റെ പ്രായോഗികമായിട്ട് വന്നത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വലൻസിയ ഹോട്ടലിൽ വരണം. അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണം. നമ്മുടെ എല്ലാ പ്രത്യേക യാത്രകളെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ യാത്രകളുടെയും 6-7 മണിക്ക് മുമ്പ് ഹോട്ടലിലെത്തും. കുളിച്ച് നന്നായിട്ടുണ്ട് ഫ്രഷായി ശുദ്ധിയായി പിന്നെ എന്താന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച് നമുക്ക് വിശ്രമിക്കാം. നമ്മളെല്ലാം അങ്ങനെ ക്രമീകരിച്ചു. അതും നല്ല പ്രീമിയം 4 സ്റ്റാർ ഹോട്ടൽസ് അല്ലാണ്ടും നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എടുക്കില്ല. കാരണം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതും വരുന്നവരും ജീവിതത്തിലെ ഒരു ബ്രേക്ക് ആഗ്രഹിച്ചു വരുന്ന വ്യക്തികളാണ്. അതെ, അതാണ് നമ്മൾ ചെയ്യണത്. അങ്ങനെ ഒരു വലൻസിയയിൽ നമ്മൾ ചെല്ലണം. വലൻസിയ എന്ന് പറഞ്ഞാൽ മറ്റൊരു വലിയ സിറ്റിയാണ് ഈ വലൻസിയ. വലൻസിയയിൽ നമുക്ക് ഒരു ദിവസം നമ്മൾ ചിലവഴിക്കുന്നത്. പിറ്റേ ദിവസം വലൻസിയയിൽ നിന്ന് നമ്മൾ ബാഴ്സലോണയിലേക്ക് പോകണം. ബാഴ്സലോണയിലെ മെഡിറ്ററേനിയൻ സീയുടെ സുന്ദരമുള്ള അതിൽ കുറേ ഭാഗം നമ്മുടെ വലൻസിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലമുണ്ട്. അതും ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ്റെ ഒരു സിറ്റിയാണ് ഈ വലൻസിയ. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്വേറിയം ഉണ്ട്. ഈ അക്വേറിയത്തിൽ സിമ്പിൾ അക്വേറിയാണ്, അതിനുള്ളിൽ തിമിംഗലത്തിനെ കാണാം. അപ്പോൾ ആ തിമിംഗലത്തിനെ സൂക്ഷിച്ച് വെച്ച അക്വേറിയം നമ്മുടെ മനസ്സിൽ ചിന്തിക്കാമല്ലോ. അത് ഒരു പ്രത്യേക ടണലിലേക്ക് പോയിട്ട് ആ ടണലിൽ തിമിംഗലത്തിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഭൂമിയിലെ എനിക്ക് തോന്നുന്നത് വേറൊരു അക്വേറിയം തരാൻ കാണാൻ പറ്റും. അത് ആണ് നമുക്ക് ഈ ഇവിടെ വലൻസിയ കണ്ടതിന് ശേഷം നമ്മൾ അതിഗംഭീരമായ നമ്മൾ ബാഴ്സലോണയിലേക്കാണ് അവിടെ നമ്മുടെ യാത്ര സമാപിക്കുക. ആ ഈ ബാഴ്സലോണ നമുക്കറിയാം ഒക്കെ പ്രസിദ്ധമായ സാഗ്രഡ ബസിലിക്ക. ഏകദേശം 1888 പണി തുടങ്ങിയ ആ ബസിലിക്ക ഇന്നും പണി തീർന്നിട്ടില്ല. അതും കാഴ്ചയും ഇത്ര ശില്പചാതുര്യമുള്ള ഒരു വളരെ സുന്ദരമായ സാഗ്രഡ ബസിലിക്കയും കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ്റെ തീരത്തുള്ള ബാഴ്സലോണയിൽ നമ്മൾ താമസിക്കണം. പിറ്റേ ദിവസം ബാഴ്സലോണയിൽ നിന്നും തിരിച്ച് അവിടുത്തെ സിറ്റി കാഴ്ചകൾ, അവിടുത്തെ ഉള്ള ഒരു റോക്ക് മൗണ്ടൻ ഉണ്ട്, റോക്ക് കേബിൾ കാറ്, അങ്ങനെ പടെയുള്ള ഒരു യാത്രയോടുകൂടി ബാഴ്സലോണയിൽ ഒരു ഫ്ലെമിംഗോ ഡിന്നറും നമ്മളവിടെ ഫ്ലെമിംഗോ ഡിന്നർ മീൻസ് ഫ്ലെമിംഗോ ഡാൻസ് ഡിന്നറും കൂടി നമ്മൾ ക്രമീകരിച്ചു. അങ്ങനെ 13 ദിവസത്തെ യാത്രയാണ് നമ്മൾ ഇവിടെ ഇതിന് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടുകൂടി ഈ പറഞ്ഞ വൃത്തിയായിട്ട് വെടുപ്പോട് കൂടി കണ്ടുപോകുന്ന വിധത്തിലാണ് ഈ ഭാഗം ജിബ്രാൾട്ടർ ഉൾപ്പെടെ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ യാത്രയുടെ. പിന്നെ ആദ്യം പറഞ്ഞ വളരെ ശരി. ഇപ്പം ഞാൻ ആദ്യമായിട്ട് യൂറോപ്പിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ടൂറിലാണ് പോയത്, കോസ്മോസിൻ്റെ. അന്ന് 16 ദിവസം 12 രാജ്യം കിണിങ്ങിണിങ്ങിന് ഓരോ രാജ്യത്തൊക്കെ പോയി നമുക്കൊന്നും മനസ്സിലാകുന്ന പോലില്ല. ഒരു രാജ്യം അതെ പോയി എന്ന് പറയാം 12 രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് പറയാന്നല്ലാതെ അതിനുശേഷം പിന്നെ നമ്മൾ പോകുമ്പോൾ ഇതുപോലെയായിരുന്നു. 2-3 രാജ്യങ്ങൾ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് പോകുന്നു, അത് ഫുൾ കാണുന്നു. ഇപ്പോൾ ബെന്നി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരിക്കൽ യൂറോപ്പ് പോയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സാധനം വീണ്ടും വളരെ കൃത്യമായി കാണാൻ സാധിക്കും. തന്നെയല്ല ഇതിനകത്ത് കുറേ ഹിസ്റ്ററി വരുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഹിസ്റ്ററിയൊക്കെ താല്പര്യമുള്ളവർക്ക് ഒരു ഭയങ്കര സംഭവമായിരിക്കും ഈ യാത്ര എന്നുള്ള സംശയമില്ല. അതോടൊപ്പം തന്നെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ബുൾ ഫൈറ്റ്, അതുപോലെ ടൊമാറ്റോ ഫെസ്റ്റിവൽ ഇത്രയും കുഴപ്പം പിടിച്ച സാധനമാണ് ഞാൻ ഇപ്പോൾ മനസ്സിലായത്. അത് പിന്നെ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് നീട്ടിക്കൊണ്ടിരുന്നത് തന്നെ അതിൻ്റെ ടിക്കറ്റ് ബുക്കായി എന്നുള്ളതൊന്ന് കൃത്യമായി കൺഫേം ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ വെറൈറ്റി യാത്രയായിരിക്കും ഈ സംഭവം. അപ്പോൾ ഈ സമയത്ത് കാലാവസ്ഥ എന്താണ്? അവർക്ക് സമ്മറിൻ്റെ എന്താണ് ഓട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചൂടുമല്ല തണുപ്പല്ലാത്ത സുഖകരമായിട്ടുള്ള കാരണം. പിന്നെ യാത്രയുടെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളോടൊത്ത് യാത്ര ചെയ്യാനുള്ളത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വൃത്തിയായിട്ട് വെടുപ്പായിട്ട് കണ്ടു. നമുക്ക് സ്പെയിനിലുള്ളയാൾക്ക് പോലും ഇതുപോലെ പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടല്ലോ, ഈ പേരുകളൊക്കെ ഓർത്തിരുന്നുകൊണ്ട് അത് സംഭവമാണ് ബെന്നി ആ കാര്യത്തിൽ. അല്ല അത് നമ്മളോടുള്ള ആഗ്രഹം. ചുമ്മാ സ്ഥലം പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ വായ ഒളിച്ച് കണ്ടത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷെങ്കൺ വിസ ഇതിന് വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വളരെ നേരത്തെ അപ്ലൈ ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ് ഷെങ്കൺ വിസ. ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ 1.5 മാസം കൂടി ഉള്ളൂ ഈ യാത്ര തുടങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ നമ്പറെ കൊടുക്കുന്നുണ്ട്, വിളിക്കുക. എന്നിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നത് ഈ 2-3 രാജ്യങ്ങളിൽ ഇത്രയും മനോഹരമായ ഐറ്റിനറി വേറെ എങ്ങും ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. തന്നെയല്ല ഈ പറഞ്ഞ പോലെ യാത്രികരെ സംബന്ധിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കക്ഷികളുടെ ശവകുടീരങ്ങളും ഒക്കെയാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും മോശമാകില്ല യാത്ര എന്നുറപ്പാണ്. തന്നെയല്ല കാലാവസ്ഥയാണെങ്കിലും യൂറോപ്പിലെ തണുപ്പൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നല്ലൊരു കാലാവസ്ഥ, ചൂടുമല്ല തണുപ്പല്ലാത്ത കാലാവസ്ഥയുമുണ്ട്. പിന്നെ ഖത്തർ എയർവേസ് ഏറ്റവും ഗംഭീരമായ എയർലൈനുമാണ്. കൊച്ചി തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ്. വേറെ എന്താണ് നമുക്ക് പറയാനുള്ളത്? പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്കിങ്ങിനായിട്ടും ഇനി ബെന്നിയെ സമീപിക്കാവുന്നതാണ്. അയാട്ട എന്ന് പറയുന്ന ഗംഭീരമായ, അതായത് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അല്ലേ, അസോസിയേഷൻ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ബെന്നിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ഇനി മുതൽ ടിക്കറ്റ് എടുക്കണമെങ്കിലും നിങ്ങൾ ടൂറൊന്നും അല്ലെങ്കിൽ പോലും ടിക്കറ്റ് എടുക്കണമെങ്കിലും ബെന്നീസ് റോയൽ ടൂറിസിനെ സമീപിക്കാം. ബെന്നീസ്
ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ബെന്നി ഒരു സ്പെഷ്യൽ ഡിവിഷൻ ഇതുവരെ ബെന്നീസ് റോയൽ ടൂർസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇപ്പൊ ബെന്നീസ് ടൂർസ്, ബെന്നീസ് ട്രാവൽസ് എന്ന ഡിവിഷനാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു ഗുണമുള്ളത് ഇത്തരത്തിലുള്ള ഈ ടൂറുകൾക്കും ഗ്രൂപ്പ് ടൂറുകൾക്ക് പോലും ബെന്നിക്ക് കുറച്ചുകൂടി ലാഭകരമായിട്ട് ടിക്കറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഇനി ചെയ്യാൻ പറ്റും. നല്ല അട്രാക്റ്റീവ് റേറ്റിലും കിട്ടാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് തിരുവനന്തപുരം, തൃശ്ശൂർ ബ്രാഞ്ചുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാലിക്കട്ട് നമ്മൾ ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ ഒരു വെഞ്ചരിപ്പിന് പോയി യാത്രയുടെ. അപ്പോഴാണ് ഞാൻ ബെന്നിയുടെ വളർച്ച എത്ര ദ്രുതഗതിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഞാൻ ആദ്യകാലത്ത് ബെന്നിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ആകെ ഒരു 10-12 പേര്, ഇപ്പോൾ 65 പേരുള്ള വലിയൊരു ഗ്രൂപ്പായി മാറിയിരുന്നു ഒരു ഓഫീസിൽ മാത്രം. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ പല ഇടങ്ങളിലേക്കും ബ്രാഞ്ചുകൾ വരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു നമ്പർ വിളിച്ചാൽ മതി കാര്യങ്ങളെല്ലാം. വിസയെ സംബന്ധിച്ചും നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ 200ഓളം രാജ്യങ്ങളിലേക്ക് പോകുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണം നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിസയും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ജോലിക്ക് വേണ്ടി അമേരിക്കയിൽ ജോലിക്ക് വേണ്ടി കുറച്ച് കാശ് കൊടുത്തു, എന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു, മോനെ എത്ര കാശ് കൊടുത്തു? 7 ലക്ഷം രൂപ കൊടുത്തു. ഈ പാവം പയ്യന് ജോലി ഉണ്ടെന്ന് പറഞ്ഞ ഒരു പേപ്പറിൽ ഒരു അമേരിക്കൻ വിസ അയച്ചു കൊടുത്തിരിക്കുക. എന്നിട്ട് എന്നെ കാണിച്ചു തരാം, ഇതാണ് അമേരിക്കൻ വിസ, സാറ് നോക്കിയിട്ട് ജെന്യൂൻ ആണെന്ന് പറയാം. ഞാൻ എൻ്റെ പൊന്നു മോനെ നീ എന്താ ചെയ്തേ? മോനെ സാറ് അവർ നോക്കിയെന്ന് പറഞ്ഞാൽ ഞാനെല്ലാം അയച്ചു കൊടുത്തത്, കമ്പനിയുടെ അഗ്രിമെൻ്റ് അയച്ചു. ഒരുപാട് കബളിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ആളുകൾ എങ്ങനെയാണ് ഈ സാധാരണ ഈ ഒരു തന്നെ ജോലി കിട്ടാത്ത ഒരു യുവാവിന്റെ വേദന കഷ്ടപ്പാട് നമുക്കറിയാം. 10 ലക്ഷം രൂപ കൊടുത്താൽ അമേരിക്കയിലേക്കൊന്നും അങ്ങനെ ഒരു ജോലി കിട്ടാൻ പോകുന്നില്ല, വിസ കിട്ടാൻ. ഇത് എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെയല്ല. അനധികൃതമായിട്ട് ചെയ്യുന്ന, ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്ത് കാര്യം വന്നാലും നമ്മളെന്ന് വിളിച്ചോ, എന്ത് സഹായം നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം വെറുതെ ചങ്ങൾക്ക് വീട്ടിൽ ഇത്രയധികം ഒരു കടം മേടിച്ചായിരിക്കും കുടുംബം പണയം മേടിച്ചിരിക്കും കാശം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വിസയ്ക്ക് വേണ്ടിയും നമുക്ക് സമീപിക്കാം ബെന്നീസ് റോയൽ ടൂർസിന്. അപ്പോൾ ടിക്കറ്റിങ്, വിസ, ഗ്രൂപ്പ് ടൂർ, അങ്ങനെ എല്ലാവിധ പരിപാടികളും ഒരു കുടക്കീഴിലാണ് ബെന്നീസ് റോയൽ ടൂർസ്. അതെ. പിന്നെ 200 രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്ന വലിയ വിധത്തിലേക്കാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം ഇപ്പോൾ 100-ന് മേലെ രാജ്യങ്ങളിലേക്ക് നമ്മളായി. ഇപ്പോൾ കൂടുതലും നമ്മുടെ ഈ പറഞ്ഞ പോലെ മെഗല്ലനും ക്രിസ്റ്റഫർ കൊളംബസും ഇവരുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളും കാര്യങ്ങൾ മേഖലകളിലേക്ക് വെട്ടിപ്പിടിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ പാഷനാണ്. നമുക്കുള്ള ചെറിയ സമയത്ത് ഭൂമിയിൽ ജീവിക്കുന്ന കുറച്ച് സമയം കൊണ്ട് പറ്റാവുന്ന എല്ലാം കാണാൻ നമുക്ക് സാധിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഈ ജിന്ദഗി രണ്ടാമതൊരു ജീവിതം ഉണ്ടാകില്ല. ഇപ്പൊ കണ്ടു തീർത്തുക. ഇനി പുഴുവായിട്ടാണോ പട്ടിയായിട്ടാണോ ജനിക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കണ്ടു തീർക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ബെന്നി. അപ്പൊ നമ്മളെന്തായാലും ഈ 3 രാജ്യങ്ങൾ, സ്പെയിൻ, അതുപോലെ പോർച്ചുഗൽ, പിന്നെ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന അധികം കേട്ടിട്ടില്ലാത്ത രാജ്യം, ഈ 3 രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കാം. എന്നിട്ട് നമുക്ക് ഓഗസ്റ്റ് 19-ാം തീയതി യാത്ര പുറപ്പെടാം. കൊച്ചിയിൽ വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബൈ.